അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. സഹോദരന്മാരെ, സൂറത്തുൻ നാസിലെ അവസാനത്തെ 3 ആയത്തുകളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, പിന്മാറിക്കളയുന്നവന്റെ ദുർമന്ത്രത്തിന്റെ കെടുതിയിൽ നിന്ന്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, അതായത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവൻ. മിനൽ ജിന്നതി വന്നാസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദുർമന്ത്രം നടത്തുന്നവർ. ഈ 3 ആയത്തുകളാണ് ഇന്ന് പഠിക്കേണ്ടത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഇവിടെ മിൻ ഷർറിൽ നിന്നും. ഷർറ് എന്ന് പറഞ്ഞാൽ നാശം, ഉപദ്രവം, ദോഷം എന്നൊക്കെ പറയാം. എന്താണ് ഷർറ് എന്ന് പഠിക്കേണ്ടതുണ്ട്. ഷർറ് എന്നാൽ മനുഷ്യന് ദോഷകരമായത് എന്നാണ് ഇവിടെ അർത്ഥം. ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ല ഇതിനെ 2 തരത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, നേരിട്ടുള്ള ഷർറ്, നേരിട്ടുണ്ടാകുന്ന അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗം, ദാരിദ്ര്യം, മരണം, ശാരീരികമായ ഉപദ്രവങ്ങൾ എന്നിവയൊക്കെ ഇതിൽപ്പെട്ടതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാനും സാധിക്കും. എന്നാൽ മറ്റൊരു തരത്തിലുള്ള ഷർറുണ്ട്, ആത്മീയമായ ഷർറ്. ഇത് ഏറ്റവും അപകടകരമായിട്ടുള്ളതാണ്. അള്ളാഹുവിനെ മറക്കുക, ബിദ്അത്തുകളിൽ അകപ്പെടുക, ഹൃദയത്തിൽ അസൂയയും വിദ്വേഷവും വെറുപ്പും നിറയുക. ഇത്തരത്തിലുള്ള ഷർറുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവയാണ്. ചില കാര്യങ്ങൾ പുറമെ നിന്ന് നോക്കുമ്പോൾ വലിയ ഖൈർ, നന്മയായി തോന്നും. എന്നാൽ ഫലത്തിൽ അത് വലിയ ഷർറായിരിക്കും. ഉദാഹരണത്തിന്, ഹറാമായ രീതിയിൽ ലഭിക്കുന്ന പണം അത് കയ്യിൽ വരുമ്പോൾ സന്തോഷം നൽകുമെങ്കിലും അത് മനുഷ്യന്റെ ഇബാദത്തിനെയും പരലോകത്തെയും നശിപ്പിക്കുന്ന വലിയൊരു ഷർറാണ്. അതുപോലെ തന്നെ ദുഷിച്ച കൂട്ടുകെട്ടുകൾ, സ്നേഹം അഭിനയിച്ചു വരുന്ന സുഹൃത്തുക്കൾ, നമ്മെ നന്മയിൽ നിന്ന് തടയുവാൻ ശ്രമിക്കുന്ന ആളുകൾ, അതൊരു ഷർറാണെന്ന് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഷർറുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഷർറിന് നാം അള്ളാഹുവിനോട് കാവൽ തേടുന്നു. എന്തുകൊണ്ടാണ് നാം അള്ളാഹുവിനോട് കാവൽ തേടുന്നത്? ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, അള്ളാഹു ഷർറിനെ പടച്ചിട്ടുള്ളത് അതിൽ തന്നെ ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. തിന്മയെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിലും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഷർറല്ല. മനുഷ്യൻ തന്റെ കർമ്മങ്ങൾ കൊണ്ട് സമ്പാദിക്കുന്ന ദോഷഫലങ്ങളെയാണ് നാം ഷർറ് എന്ന് വിളിക്കുന്നത്. ഈ ഷർറുകളെ തടയാൻ അവ പടച്ച റബ്ബ് തന്നെ അതിനുള്ള മാർഗവും കാണിച്ചു തന്നു. റബ്ബിന് മാത്രമേ ആ ഷർറിൽ നിന്ന് മനുഷ്യനെ തടയുവാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഷർറ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മനുഷ്യരുടെ മനസ്സിൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവന്റെ ഷർറുകളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വസ്വാസ് എന്നൊരു പദമുണ്ട്. പിശാച് നടത്തുന്ന ദുർബോധനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിശാച് ഏറ്റവും വലിയ ദുർബോധനം നടത്തുന്നവനാണ്. പിശാച് വരുന്നത് മിക്കപ്പോഴും ഒരു ഉപദേശിയുടെ രൂപത്തിലാണ്. ആദം അലൈഹിസ്ലാമിന്റെ അടുക്കൽ ചെന്നതുപോലെ. ആദം നബി അലൈഹിസ്ലാമിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞത്, ഇന്നീ ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായ ഒരു ഉപദേശകൻ മാത്രമാണ് എന്നാണ് പിശാച് പറഞ്ഞത്. ഇതേപോലെ നല്ല രൂപത്തിൽ മനുഷ്യനെ സമീപിക്കുന്നു. ഇത് വളരെ അപകടകരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. പിശാച് പലപ്പോഴും ദുർബോധനം നടത്തുന്നത് മനുഷ്യനെ തിന്മക്ക് പ്രേരിപ്പിക്കുകയും അതൊരു തിന്മയാണെന്ന് തോന്നാത്ത വിധം, അഥവാ ഇത് തിന്മയാണെന്ന് തോന്നിയാൽ തന്നെയും പിശാച് അവനോട് മന്ത്രിച്ചുകൊണ്ടിരിക്കും. അത് അത്ര കാര്യമാക്കാനില്ല, അത് നിസ്സാരമാണ്, അത്രമാത്രം പറയാനൊന്നുമില്ല, ഇതൊരു ചെറിയ തെറ്റല്ലേ, ചെറിയ പാപമല്ലേ, സാരമില്ല, നമുക്ക് നന്മ ചെയ്ത് അതിനെ തൂക്കിക്കളയാം. ആയത്തുകൾ അതിന് ഓതിക്കൊടുക്കും വേണമെങ്കിൽ. ഇന്നൽ ഹസനാത്ത യുദ്ഹിബുന സയ്യാത്ത്, നീ നന്മ ചെയ്താൽ തിന്മകളെ പോക്കും, അതുകൊണ്ട് അങ്ങനെയാകാം എന്നൊക്കെ അതിന് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കും. അതൊക്കെ മനസ്സിലിട്ട് കൊടുക്കുന്ന ചില തോന്നലുകളാണ്. അതുപോലെ തന്നെ തൗബ ചെയ്യാം, പശ്ചാത്തപിച്ച് മടങ്ങാം, ഇസ്തിഗ്ഫാർ ചെയ്യാം, എന്നാൽ നിന്റെ ഈ പ്രശ്നം, ഈ ദോഷം നിന്നിൽ നിന്ന് മായ്ക്കപ്പെടും, അത് നിനക്ക് പുറത്തു കിട്ടും, അതുകൊണ്ട് കാര്യമാക്കേണ്ടതില്ല എന്ന രൂപത്തിലുള്ള ചിന്തകൾ പിശാച് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. ഇത് വലിയൊരു ഷർറാണ്. ഇത്തരത്തിലുള്ള ഷർറുകളിൽ നിന്ന് നാം അള്ളാഹുവിനോട് ശരണം തേടുന്നു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. അതുപോലെ തന്നെ ചില ഷർറുകൾ നമ്മുടെ ആരാധനകളിൽ പിശാച് ഷർറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചില വസ്വാസുകൾ, ചില തോന്നലുകൾ പിശാച് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. നാം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചു, അവിടെ പിശാച് അത് ശരിയായിട്ടില്ല എന്ന് പറയും, വീണ്ടും വീണ്ടും മാറ്റി തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുന്ന അവസ്ഥ. ചില ആളുകൾ ഒളു എടുക്കുന്ന സമയത്ത് കാണാം, ഒളു എടുത്താലും അവർക്ക് ഒളു ശരിയാവുകയില്ല. പിശാച് ആ തരത്തിലുള്ള ദുർബോധനം അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കും, വസ്വാസുകൾ ഉണ്ടാക്കി
കൊടുക്കും. ഇതെല്ലാം പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. ഇത്തരത്തിൽ പിശാചിന്റെ ഏത് തരത്തിലുള്ള ഷറുകൾ ഉണ്ടായാലും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹു സൃഷ്ടിച്ചവയുടെ ഷർറിൽ നിന്ന് അവന്റെ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് രാവിലെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും വൈകുന്നേരമായാൽ ഈ പ്രാർത്ഥന 3 തവണ ആവർത്തിച്ചാൽ രാത്രിയിലെ ഒരു വിഷജന്തുവും അവനെ ബാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഉപദ്രവവും ഒരു ഷർറും അവനെ ബാധിക്കുകയില്ല. അതുപോലെ തന്നെ വൈകുന്നേരം പറഞ്ഞാലും അപ്രകാരം തന്നെയാണ്. അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ്. ഇതുപോലെ പിശാചിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമസ്കാരത്തിൽ നാം പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത്തഹിയാത്തിൽ അത് നിർവഹിക്കുന്നുണ്ട്. അഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ദജ്ജാലാകുന്ന ഫിത്നയുടെ മഹാശർറിൽ നിന്ന് അഥവാ അതിന്റെ ദോഷത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് നമ്മൾ അത്തഹിയാത്തിലും പറയുന്നുണ്ട്. ഇവിടെയൊക്കെ പിശാചിന്റെ ഉപദ്രവത്തെ തൊട്ടു നാം അള്ളാഹുവിൽ ശരണം തേടുകയാണ്. ഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ദുനിയാവിലുള്ള ഷർ മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ഷറുകളും. ലോകത്ത് ഷറുണ്ടാവും, അതുപോലെ തന്നെ ദുനിയാവിലുണ്ട്. ആ ഷറുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി നാം സദാസമയം അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സൂറത്ത് ഫലക്കിലും നാസിലും നമ്മൾ നിർവഹിക്കുന്നത് തന്നെയാണ്. അള്ളാഹുവിന്റെ തണലിലല്ലാതെ മറ്റൊരു സുരക്ഷിത സ്ഥാനവും ഈ ലോകത്ത് നമുക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്കാണ് നമ്മൾ അഭയം പ്രാപിക്കുന്നത്, അള്ളാഹുവിന്റെ തണലിലേക്കാണ്. അവൻ നമ്മെ രക്ഷപ്പെടുത്തും, സഹായിക്കും. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന് നമ്മെ ബാധിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തും. ഈ ഒരു ബോധ്യത്തോടു കൂടിയാണ് നാം അള്ളാഹുവിനോട് ശരണം തേടുന്നത്. ഷർറിൽ നിന്ന് രക്ഷ ചോദിക്കുന്നതോടൊപ്പം തന്നെ ഖൈറിന് വേണ്ടി നാം ചോദിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലദീ യുവസ്വിസു ഫീസു മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. പിന്മാറിക്കളയുന്നവന്റെ ദുർബോധനത്തിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷർറിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചു. ഇനി ഇത് അൽ ഖന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഖന്നാസ് എന്ന് പറഞ്ഞാൽ പിന്മാറിക്കളയുന്നവനാണ്. ഒരു തോന്നലിട്ട് കൊടുത്തുകൊണ്ട് പിശാച് അത് പ്രവർത്തിക്കുവാൻ പ്രേരണ നൽകിക്കൊണ്ട് പിന്മാറിക്കളയും. ഈ പ്രവർത്തനം പിശാച് നിരന്തരമായി തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അള്ളാഹുവിൽ നാം ശരണം തേടുമ്പോൾ പിശാച് അവിടെ നിന്ന് ഓടിപ്പോകും, പിശാചിനെ അടുക്കാൻ കഴിയില്ല. എന്നാൽ വീണ്ടും പിശാച് അതുപോലെ തന്നെ വീണ്ടും അവനെ സമീപിക്കും. അപ്പോ ആവർത്തിച്ച് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അൽ ഖന്നാസ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ദുർമന്ത്രണം നടത്തി പിന്മാറുന്നവന്റെ ഷർറിൽ നിന്ന്. ഇനി അടുത്തത് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രണം നടത്തുന്നവൻ. പിശാച് പ്രവർത്തനം നടത്തുന്നത് മനുഷ്യരുടെ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ നെഞ്ചുകളിൽ. ഹൃദയമുള്ളത് നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിലാണ്. ഹൃദയം പ്രത്യേകമായ ഒരു കവചത്തിനുള്ളിലാണ് കിടക്കുന്നത്. ഒരു അപകടം സംഭവിച്ചാൽ നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നാം ചിന്തിക്കുന്നത് എല്ലാം ആ ഹൃദയം കൊണ്ടാണ്. അതിന് പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാത്ത രൂപത്തിൽ ഭദ്രമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെ നിക്ഷേപിച്ചിരിക്കുന്നത്. ആ ഹൃദയം കുടികൊള്ളുന്നത് മനുഷ്യരുടെ നെഞ്ചിന്റെ ഉള്ളിലാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ നെഞ്ചുകളിൽ ദുർമന്ത്രണം നടത്തുന്നവൻ. ഇവിടെ നെഞ്ചുകളിൽ എന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊരു തിന്മയും ബാഹ്യമായ രൂപത്തിലാണ് കടന്നു വരുന്നത്. പെട്ടെന്ന് അത് നമ്മൾ പ്രവർത്തിക്കുകയില്ല. ഒരു തിന്മ ഇട്ടുകൊടുക്കും, അത് ഹൃദയത്തിന്റെ പാളിക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ നെഞ്ചിൽ. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പിന്നീട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അവന്റെ ഹൃദയമാണ്. അപ്പോൾ ആ നെഞ്ചുകളിൽ ദുർബോധനം നടത്തുന്ന പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു എന്നാണ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുവസ്വിസു എന്ന ക്രിയാരൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ ദുർബന്ധം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എവിടെ? യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ നെഞ്ചുകളിൽ. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, പിശാച് ഒരിക്കൽ വന്ന് പരാജയപ്പെട്ടാൽ പിന്മാറിക്കളയുന്നവനല്ല. ഒരു ശ്രമം നടത്തി, അത് പരാജയപ്പെട്ടു, ആ തിന്മ മനുഷ്യൻ പ്രവർത്തിച്ചില്ല എന്നതുകൊണ്ട് മാത്രം പിശാച് അതിൽ നിന്ന് മാറിപ്പോവുകയില്ല. അവൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഒരു വാതിലടച്ചാൽ മറ്റൊരു വാതിലിലൂടെ പിശാച് അവന്റെ അടുക്കൽ പ്രവേശിക്കും. യുവസ്വിസു എന്നാൽ അതീവ രഹസ്യമായി നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഹൃദയത്തിലേക്ക് ചിന്തകൾ ഇട്ടുകൊടുക്കലാണ്. നമ്മുടെ ചിന്തകളെ അവൻ നമ്മുടേതാണെന്ന് തോന്നിപ്പിക്കും വിധം അവതരിപ്പിക്കുവാൻ അവന് കഴിയും എന്നർത്ഥം. ഇത് മനുഷ്യന്റെ ഹൃദയങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുകൊണ്ടിരിക്കുക, ഇതാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിശാച് എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ
മനസ്സിൽ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്തകൾ ഇട്ടുകൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ വിശ്വാസത്തിൽ സംശയം ജനിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് യുക്തിരഹിതമായ സംശയങ്ങളും തോന്നലുകളും ഇട്ടുകൊടുക്കുക. ഇത് അതീവ ഗുരുതരമായതാണ്. ഇത്തരത്തിലുള്ള ബോധനം പിശാചി മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആരാധനകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വുളു ശരിയായില്ല, നമസ്കാരത്തിൽ റക്അത്തുകളുടെ എണ്ണത്തിലുള്ള സംശയങ്ങൾ, 3 റക്അത്താണോ 4 റക്അത്താണോ നമസ്കരിച്ചത് എന്നുള്ള ചിന്തകൾ തുടങ്ങിയ സംശയങ്ങൾ നൽകി മനുഷ്യനെ മടുപ്പിക്കുക. ഇതെല്ലാം പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. അകാരണമായി യാതൊരു കാരണമില്ലാതെ വുളു ദുർബലപ്പെട്ടു പോയോ എന്ന സംശയം മനുഷ്യനിൽ ഉണ്ടാക്കുക. ഇതൊക്കെ മനുഷ്യന് ദീനിൽ നിന്ന് അകറ്റുവാൻ, ഈ സംശയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മടുപ്പ് ഉളവാകുകയും അതിന്റെ ഫലമായി ദീൻ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടും. അല്ലെങ്കിൽ മറ്റു ദുഷിച്ച ചിന്തകൾ വേറെയും ഉണ്ടാകും. ഇതുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് ശരണം തേടേണ്ടതുണ്ട് എന്നാണ് ഇതിന്റെ താല്പര്യം. നമ്മൾ അള്ളാഹുവിനോട് ശരണം തേടുമ്പോൾ അത് നമുക്ക് വലിയൊരു മാനസികമായ ശക്തി ലഭിക്കുകയാണ്. കാരണം നാം രക്ഷ ചോദിക്കുന്നത് എല്ലാ തരത്തിലുള്ള പിശാചുക്കളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുവാൻ പൂർണ്ണമായും കഴിയുന്ന നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ ഇലാഹായ, നമ്മുടെ റബ്ബായ, നമ്മുടെ രാജാവായ അള്ളാഹുവിനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്വാന വലാ ഖുർതൂമഹു അലാ ഖൽബി ബിനി ആദം ഫഇദാ ദക്കറല്ലാഹ ഖനസ. തീർച്ചയായും പിശാച് തന്റെ തുമ്പിക്കൈ മനുഷ്യപുത്രന്റെ ഹൃദയത്തിന്മേൽ വെച്ചിട്ടുണ്ട്. അവൻ അള്ളാഹുവിനെ ഓർത്താൽ പിശാച് പിന്മാറും. ഇതാണ് പിശാചിന്റെ പ്രവർത്തനം. പിശാചിന്റെ ഒരു കൈ മനുഷ്യരുടെ ഹൃദയത്തിന്മേൽ അവൻ വെച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അള്ളാഹുവിനോട് അഭയം തേടുമ്പോൾ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ പിശാച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. അതുകൊണ്ട് വസ്വാസിനുള്ള ഏറ്റവും വലിയ മരുന്ന് അത് അവനെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിൽ ശരണം തേടുക എന്നുള്ളതാണ്. സംശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അനാവശ്യമായ സംശയങ്ങളെ ഒഴിവാക്കുക. ഇതാണ് ഈ കാര്യത്തിൽ ചെയ്യുവാനുള്ളത്. നമ്മുടെ നെഞ്ചുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ പിശാചിന് ഇരിക്കാനുള്ള ഇടം നാം നൽകാതിരിക്കുക. നമ്മുടെ ഹൃദയം എപ്പോഴും ഒരു സുരക്ഷിത താവളമായി സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് യുവസ്വിസു എന്ന് പറയുമ്പോൾ വസ്വാസുണ്ടാക്കുന്ന, ദുർബോധനം നടത്തുന്ന ആ ശത്രുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നാം നശിപ്പിച്ചു കളയുകയാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു. ഇത് പറയുന്നതോടുകൂടി പിശാച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. പിശാചിന് അങ്ങനെ പറയുന്ന ഒരു മനുഷ്യരുടെ അടുക്കലേക്ക് അവനെ സമീപിക്കാൻ കഴിയാതെയായി പോകുന്നു. അതുമൂലം ആ ഷർറിൽ നിന്ന് നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു രക്ഷ ലഭിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. പിശാച് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും. അസത്യത്തെ സത്യമായി, അതുപോലെ തന്നെ അനീതിയെ നീതിയായി, തിന്മയെ നന്മയായി ഇങ്ങനെ തോന്നിപ്പിക്കുക. ഇത് പിശാചിന്റെ ഒരു പ്രവർത്തനമാണ്. തെസീനുൽ ബാത്തിൽ എന്ന് പറയും, സത്യത്തെ ഭംഗിയായി കാണിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മനുഷ്യനെ അശ്രദ്ധരാക്കി കളയുക. ഇതൊക്കെ പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നാം അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ അവസാനത്തെ ആയത്ത് മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുവർഗത്തിലും മനുഷ്യരിലും പെട്ട പിശാചുക്കളുടെ ഉപദ്രവത്തിൽ ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. അപ്പോൾ ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായി. പിശാച് എന്ന് പറയുന്നത്, ശൈത്താൻ എന്ന് പറയുന്നത് ജിന്നുവർഗത്തിൽപ്പെട്ടവൻ മാത്രമല്ല, മനുഷ്യരിലും പിശാചുക്കളുണ്ട്, മനുഷ്യ പിശാചുക്കളുണ്ട്. അതാണ് മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ദൃശ്യമാവുന്നതും അദൃശ്യമാവുന്നതുമായ ശത്രുക്കളുണ്ട്. പിശാച് നമുക്ക് അദൃശ്യമായ ശത്രുവാണ്. ആ അദൃശ്യമായ ശത്രുവിനെ നേരിടുവാനുള്ള മാർഗമാണ് അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് ദുർമന്ത്രണം നടത്തുന്നവർ അഥവാ വസ്വാസ് ഉണ്ടാക്കുന്നവർ ആരൊക്കെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. ആരാണ് മനുഷ്യർക്ക് വസ്വാസ് ഉണ്ടാക്കുന്നത് ഇത് വ്യക്തമാക്കി പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് ജിന്നുകളും മനുഷ്യരുമുണ്ട്. ജിന്നുവർഗവും മനുഷ്യവർഗത്തിലും പെട്ട പിശാചുക്കൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ദുർബോധനങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ടിരിക്കും. ജിന്നുവർഗങ്ങളിൽപ്പെട്ട ആളുകൾ നമുക്ക് അദൃശ്യരാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ നേരിട്ട് ദുർബോധനം നടത്താൻ ഇവർക്ക് കഴിയും. നമ്മൾ കാണുന്നില്ല അവരെ, പക്ഷേ നമ്മുടെ മനസ്സുകളിൽ കയറി നേരിട്ട് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുവാൻ പിശാചിന് സാധിക്കുന്നു. എന്നാൽ മനുഷ്യ പിശാചുക്കളാവട്ടെ ഇവർ മറ്റൊരു തരത്തിലാണ് നമ്മെ ഉപദ്രവിക്കുന്നത്. ഇവർ നമ്മുടെ കൂടെ ജീവിക്കുന്നവരാണ്. നമ്മുടെ കൂട്ടുകാരാവാം, നമ്മുടെ കുടുംബങ്ങളാവാം, ബന്ധുക്കളാകാം, മിത്രങ്ങളാവാം, ആരുമാകാം. തെറ്റായ കാര്യങ്ങൾക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുകളാണ്. ഷെയ്ഖ് ഹുസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, പിശാച് അഥവാ ഇബ്ലീസ് ജിന്നുകളിൽപ്പെട്ടവരാണ്. എന്നാൽ മനുഷ്യരിൽ ചിലർ പിശാചിന്റെ പണി ഏറ്റെടുക്കുകയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മനുഷ്യ പിശാചുക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പം 2 തരത്തിലുള്ള പിശാചുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇതിൽ ആരാണ് ഏറ്റവും അപകടകാരിയായ പിശാച്?
പരമാവധിയായ ശത്രു മനുഷ്യ പിശാചുക്കളാണോ അതല്ല ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളാണോ? രണ്ടും അപകടകാരികളാണെങ്കിൽ കൂടി ജിന്നുവർഗത്തിൽപ്പെട്ട പിശാച് നമ്മുടെ ശത്രുവാണെന്ന് കൃത്യമായി നമുക്ക് അറിയുകയും നമ്മൾ സദാസമയവും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ആ പിശാച് നമ്മളിലേക്ക് അടുക്കുകയില്ല. നമ്മുടെ ഭക്തി, നമ്മുടെ ഈമാൻ, നമ്മുടെ തഖ്വ അത് എത്രമാത്രം ദൃഢമാണോ അത്രയും പിശാച് നമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. അതിന് ഓട്ടം തട്ടുമ്പോൾ നമ്മുടെ ഈമാനിന്, നമ്മുടെ തഖ്വക്ക്, നമ്മുടെ ഇഖ്ലാസിന് ഓട്ടം തട്ടുന്ന സമയത്ത് പിശാച് നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അവരെ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ആ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ് തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ ചൊല്ലിയാൽ ഏതൊരു കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് ഔദു ചൊല്ലിക്കൊണ്ട് രക്ഷ ചോദിച്ചാൽ ആ ഉപദ്രവം നമുക്ക് നീങ്ങിക്കിട്ടുമെന്നർത്ഥം. എന്നാൽ മനുഷ്യ പിശാച് അവൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സുഹൃത്തിന്റെ രൂപത്തില്, ഗുണകാംക്ഷയുടെ രൂപത്തില്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ട് പല രൂപങ്ങളിൽ അവർ സമീപിക്കും. നാം ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു തിന്മയായ കാര്യം, ആ തിന്മയ്ക്ക് പ്രേരണ നൽകുക, അതിന് വലിയ തെറ്റൊന്നുമില്ല. നമ്മൾ മാറാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് തന്നെ ബോധ്യമാകും ഇത് തിന്മയാണ്, ഷർറാണ്, ചെയ്യരുത്, പ്രവർത്തിക്കരുത്, പറയരുത് എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ. പക്ഷെ ചില സുഹൃത്തുക്കൾ, നമ്മുടെ ചില ബന്ധുക്കൾ അഥവാ മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ അതിന് പ്രേരണ നൽകിക്കൊണ്ടിരിക്കും. സാരമില്ല, കുഴപ്പമില്ല, അതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്, അതൊന്നും അത്ര ഗുരുതരമായ കാര്യമല്ല, ഇതൊന്നുമില്ലാതെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല, എല്ലാത്തിനെയും അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. സിനിമയെയും നാടകങ്ങളെയും കവിതയെയും എല്ലാം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെ മനുഷ്യനെ നിരന്തരമായി അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുകളാകുന്നു. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം ഒന്ന് അല്ലാഹുവിൽ ശരണം തേടുന്ന രക്ഷ ചോദിക്കണം. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ദുഷിച്ച കൂട്ടുകെട്ടുകളെ നാം ഒഴിവാക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് സ്വയം മാറി നിൽക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. മനുഷ്യ പിശാചുക്കള് പലപ്പോഴും നമ്മുടെ അടുക്കൽ വരുന്ന സ്നേഹം നടിച്ചുകൊണ്ടാണ്, നമ്മുടെ ഗുണകാംക്ഷികളായിക്കൊണ്ടാണ്. അവരെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രയാസകര കാര്യമാണ്. അവരിൽ നിന്ന് അള്ളാഹുവിൽ ശരണം തേടൽ അനിവാര്യമാണ് എന്നാണ് ഇതിന് താല്പര്യം. അപ്പൊ രണ്ട് ശത്രുക്കളെയും നാം അതീവ ഗൗരവത്തോടു കൂടി തന്നെ കാണുകയും രണ്ട് ശത്രുക്കളിൽ നിന്നും അള്ളാഹുവിൽ ശരണം തേടുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഈ 3 ആയത്തുകളിലായിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ, ഈ 3 ആയത്തുകളിലായിട്ട് നാം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇത് നൽകുന്ന സന്ദേശം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ തരത്തിലുള്ള ഷർറുകളിൽ നിന്നും നാം അള്ളാഹുവിൽ അഭയം തേടണം. ആ ഷർറുകൾ പിശാച് മനുഷ്യന്റെ മനസ്സുകളിൽ ഇട്ടുകൊടുക്കുന്ന ദുർബോധനങ്ങളായിരിക്കും. അല്ലെങ്കിൽ മനുഷ്യവർഗത്തിൽപ്പെട്ട ചില ആളുകൾ നമ്മുടെ ഗുണകാംക്ഷികളാണെന്ന രൂപത്തിൽ നമ്മോട് സ്നേഹം നടിച്ചുകൊണ്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങളായിരിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആൻ സൂറത്ത് അൻആം 112 വചനത്തിൽ പറയുന്നുണ്ട്, അല്ലദീന യൂഹി ബഅദുഹും ഇലാ ബഅദി സുഖറഫൽ ഖൗലി ഉറൂറ. അവർ വഞ്ചനാപരമായ രീതിയിൽ ആകർഷകമായ വാക്കുകൾ പരസ്പരം ദുർബോധനം നൽകിക്കൊണ്ടിരിക്കും. അപ്പം ചില കാര്യങ്ങളൊക്കെ ആകർഷകമാക്കിയിട്ട്, ചില പ്രവർത്തനങ്ങളെ, ചില വാക്കുകളെ ആകർഷകമാക്കിയിട്ട് എങ്ങനെയാണ് പല തിന്മകളും മനുഷ്യരിലേക്ക് കടന്നു വരുന്നത്. നാടകവും സിനിമയും കവിതയും അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ചില തിന്മകൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. അതെല്ലാം അലങ്കാരമാക്കി, ആകർഷകമായ രൂപത്തിൽ അതിന് പ്രത്യേകമായ രൂപഭാവങ്ങൾ നൽകി മനുഷ്യനെ കൊണ്ട് അത് ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എല്ലാ തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും, മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും അള്ളാഹുവിൽ ശരണം തേടുന്നു. ആ അള്ളാഹു നമ്മുടെ റബ്ബാണ്, അതുപോലെ തന്നെ നമ്മുടെ രാജാവാണ്, നമ്മുടെ ഉടമസ്ഥനാണ്, നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യനാണ്. ആ കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് നാം അള്ളാഹുവിനോട് ശരണം തേടുന്നത്. ഇങ്ങനെ അള്ളാഹുവിൽ ശരണം തേടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ എല്ലാ തരത്തിലുള്ള ഷർറുകളിൽ നിന്നും രക്ഷപ്പെടുത്തും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഷർറുകളിൽ നിന്ന് ശരണം തേടുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ എല്ലാ തരത്തിലുള്ള നന്മകളും നമുക്ക് ലഭിക്കുവാൻ വേണ്ടി, ഖൈർ ലഭിക്കുന്നതിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ കൂട്ടാളികളുടെയും എല്ലാ തരത്തിലുള്ള ഷർറുകളിൽ നിന്നും തിന്മകളിൽ നിന്നും രക്ഷപ്പെടുവാനും നന്മയിലേക്ക് അടുക്കുവാനും ഉള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.